പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് മുറിയിൽ അസാധാരണമായ ഒരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. നന്ദു തന്റെ ഔദ്യോഗിക പദവിയേക്കാളുപരി ഉള്ളിൽ തിളച്ചു മറിയുന്ന രോഷം മുഴുവൻ തന്റെ കൈക്കരുത്തിലൂടെ പുറത്തെടുക്കുകയായിരുന്നു. അബിയുടെ ഓരോ തെറ്റുകളും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് അതിശക്തമായ മർദ്ദനമാണ് നന്ദു അഴിച്ചുവിട്ടത്. അടികൊണ്ട് അവശനായ അബിയോട് കലിയടങ്ങാനാവാതെ നന്ദു ആക്രോശിച്ചു. നിന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 14 ദിവസത്തേക്ക് എനിക്ക് നിന്നെ തൊടാൻ കിട്ടില്ല. നീ പുറലോകം കാണുകയുമില്ല. അത്രയും ദിവസം എൻ്റെ ദേഷ്യം അടക്കിപ്പിടിക്കാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ കൈത്തരിപ്പ് തീരുന്നതുവരെ, ഈ കലിപ്പ് അടങ്ങുന്നതുവരെ ഞാൻ നിന്നെ എടുത്തിട്ട് പെരുമാറും. പറഞ്ഞതുപോലെ തന്നെ നന്ദു പ്രവർത്തിച്ചു. ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കി. നിലത്ത് എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത വിധം തളർത്തിയിട്ട ശേഷമാണ് നന്ദു അവിടെ നിന്നും പിൻവാങ്ങിയത്. അബിയുടെ അവസ്ഥ വളരെയധികം ദയനീയമായിരുന്നു. ഇതേ സമയത്ത് തന്നെ മറ്റൊരു രംഗം അരങ്ങേറുകയായിരുന്നു. തൻ്റെ ഭർത്താവിനെ പോലീസ് കൊണ്ടുപോയതിൻ്റെയും വീട്ടുകാർ അതിന് കൂട്ടുനിന്നതിൻ്റെയും സങ്കടവും ദേഷ്യവും കൊണ്ട് നവ്യ ഗോവിന്ദനോടും കനകദുർഗയോടും തർക്കിക്കുന്നുണ്ടായിരുന്നു. നവ്യയുടെ കണ്ണീരിനും പരാതികൾക്കും മുന്നിൽ ഗോവിന്ദനും കനകദുർഗയും നിസ്സഹായിയായിരുന്നില്ല. അവർ മറുചോദ്യങ്ങളുമായി നവ്യയെ നേരിട്ടു. നവ്യേ, അബിയുടെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ഇതിനു മുൻപ് അവൻ നിന്നോട് എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത്? ഇതൊക്കെ അറിഞ്ഞിട്ടു നീ എന്തിനാണ് ഇപ്പോൾ ഇത്രമാത്രം വിഷമിക്കുന്നത്? അവൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ടെന്ന് നവ്യ വ്യക്തമായി അറിയാവുന്നതല്ലേ? അവൻ്റെ കയ്യിൽ കള്ളത്തരമുണ്ടെന്ന് നവ്യക്കും വ്യക്തമായിട്ട് അറിയാവുന്നതല്ലേ എന്ന് കനകദുർഗ ചോദിച്ചു. ഗോവിന്ദനും വിട്ടുകൊടുത്തില്ല. പഴയ കാര്യങ്ങൾ അയാൾ നവ്യയെ ഓർമ്മിപ്പിച്ചു. മോളെ, നീയും ആദർശും തമ്മിലുള്ള വിവാഹമായിരുന്നു യഥാർത്ഥത്തിൽ നടക്കേണ്ടിയിരുന്നത്. അത് മുടക്കാൻ വേണ്ടി അബി കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നിനക്കറിയാവുന്നതല്ലേ? ആ ചതിയിലൂടെ നിനക്ക് അബിയെ വിവാഹം കഴിക്കേണ്ടി വന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് നീ അവനെ ഇങ്ങനെ ന്യായീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് ശരിയാണോ? പക്ഷേ പ്രണയത്താൽ അന്ധയായ നവ്യക്ക് ആ ചോദ്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. അവൾ തൻ്റെ ഭർത്താവിനെ ന്യായീകരിച്ചു. എൻ്റെ പ്രസവത്തിന് 2-3 മാസം മുൻപ് മുതൽ അവൻ ആകെ മാറി. അവൻ എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു തുടങ്ങി. അതിനുശേഷം ഇന്നുവരെ അവൻ എന്നോടൊരു നീതികേടും കാണിച്ചിട്ടില്ല. ഒരുപാട് സ്നേഹത്തോടെയാണ് അവൻ എന്നോട് പെരുമാറുന്നത്. നവ്യ ഇങ്ങനെ അബിയെ വെള്ളപൂശി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആദർശ് നയനയും അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. നവ്യയുടെ സംസാരം കേട്ട് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. അന്നേരം നവ്യ പരിഹാസത്തോടെ പറഞ്ഞു, ഓ അമ്മ മൂത്ത മരുമകനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇനിയിപ്പോൾ എനിക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ പറയാമല്ലോ. ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് കണ്ടു. എൻ്റെ അനിയത്തി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു ജാമ്യം വേണോ എന്ന്. നിങ്ങൾക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ? നിങ്ങളത് ചെയ്തില്ല. ശരിക്കും എൻ്റെ അബിയെ ജയിലിൽ കിടത്താൻ വേണ്ടി നിങ്ങൾ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ തന്നെയായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയായിരിക്കും നന്ദു അവിടെ അവനോട് ഇത്രമാത്രം ക്രൂരമായിട്ടും പെരുമാറുന്നത്. നവ്യയുടെ വാക്കെല്ലാം കേട്ടുകൊണ്ട് തന്നെ നയ ഇടപെട്ടു. ഞങ്ങൾ ആരും വിളിച്ചു പറഞ്ഞിട്ടൊന്നുമല്ല. ആദർശേട്ടൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളുമല്ല. അബി ചെയ്തത് തെറ്റ് തന്നെയാണ്. ആ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് അവൻ സ്റ്റേഷനിൽ കിടക്കേണ്ടി വരുന്നത്. ഇനി ജയിലിൽ പോവേണ്ടി വന്നാലും അതിനൊന്നും ആദർശേട്ടനൊരു പങ്കുമില്ല. നയനയുടെ വാക്കുകൾ നവ്യയെ ചൊടിപ്പിച്ചു. അവൾ ആദർശിന് നേരെ തിരിഞ്ഞു. ഇയാൾ വലിയ കേമനാണോ? ഇയാളൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനാണോ? ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനല്ലേ ഇവന്? എന്നിട്ട് എൻ്റെ അബി ചെയ്ത ചെറിയൊരു തെറ്റിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ വലുതാക്കി സംസാരിക്കുന്നത്. ഇയാൾക്ക് നാണമില്ലേ? നവ്യയുടെ വാക്കുകൾ അധിക്ഷേപം നിറഞ്ഞിരുന്നു. സ്വന്തം ഭർത്താവിനെ ഇത്രയൊക്കെ മോശമായി പറഞ്ഞിട്ടും നയന മൗനം പാലിച്ചു നിന്നത് ആദർശിനെ മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തി. നവ്യ തുടർന്നു, നിനക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റൂ നിന്റെ ആദർശ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്? നിനക്കതിന് കഴിയില്ല. ആദർശ് ശാന്തനായി മറുപടി നൽകി. നവ്യെ, നീ രക്ഷപ്പെടാൻ വേണ്ടി എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവൻ ചെയ്ത തെറ്റ് അത്രത്തോളം വലുതാണ്. അതുകൊണ്ടാണ് അവനിപ്പോൾ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നത്. അവന് ജാമ്യം കിട്ടുകയുമില്ല. അത്രയും ഗൗരവമുള്ള കുറ്റമാണ് അവൻ ചെയ്തത്. നവ്യയുടെ നിയന്ത്രണം വിട്ടു. ആയിക്കോട്ടെ, നിങ്ങളുടെ ഉപദേശം കൂടി കേൾക്കാൻ എനിക്ക് വയ്യ. എൻ്റെ അബിയെ പുറത്തിറക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. പക്ഷേ ഒന്നോർത്തോ, എനിക്കും നിങ്ങൾക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ കുഞ്ഞ് വലുതായി സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു ജയിൽ പുള്ളിയുടെ മകനാണെന്ന് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ നിങ്ങൾക്കതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോൾ നിന്റെ അച്ഛന് വേറൊരു ഭാര്യയുണ്ടോ, അതിൽ വേറെ കുഞ്ഞുണ്ടോ എന്നൊന്നും ആരും ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമായിരിക്കും. അങ്ങനെ ഇത്രത്തോളം ദേഷ്യത്തോടെ സംസാരിച്ചു കൊണ്ട് തന്നെ നവ്യ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നവ്യ പോയതിനു ശേഷം കനകദുർഗ ആദർശിനോട് പറഞ്ഞു, അവൾ വല്ലാത്ത ദേഷ്യത്തിലാണ് പോയിരിക്കുന്നത്. ആദർശ് മറുപടി നൽകി, ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലമ്മേ. ഈ അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല. അവൻ കുടുംബത്തിന് മാത്രമല്ല സമൂഹത്തിന് തന്നെ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലാം കേട്ട് നിർവികാരമായി നയന നിൽക്കുന്നുണ്ടായിരുന്നു. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയ നവ്യ നന്ദുവിൻ്റെ ക്യാബിനിലേക്ക് അതിക്രമിച്ച് കയറി.
എൻ്റെ അബിയെ ജാമ്യത്തിൽ വിടാൻ നിനക്ക് ഉദ്ദേശമുണ്ടോ എന്ന അവളുടെ ചോദ്യത്തിന് ഇവനെ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് തന്നെ നന്ദു ഉറപ്പിച്ചു പറഞ്ഞു. നവ്യ വീണ്ടും ആദർശിനെ വലിച്ചഴിച്ചു. അങ്ങേര് ഇതിലും വലിയ തെറ്റ് ചെയ്തതല്ലേ, എന്നിട്ട് നീ അവനെതിരെ എന്തെങ്കിലും ചെയ്തോ? നന്ദു കർക്കശമായി പറഞ്ഞു. ചേച്ചി, വീട്ടിൽ സംസാരിക്കുന്നത് പോലെ ഇവിടെ സംസാരിക്കരുത്. ഞാനിത് കേട്ടോണ്ട് നിൽക്കുന്നുമില്ല. നീ കേൾക്കണ്ടടി, നീ ഒരു കാര്യം ചെയ്യേ, നീ എന്നെയും കൂടി അറസ്റ്റ് ചെയ്ത് അബിയുടെ കൂടെ ലോക്കപ്പിലിട്. അപ്പോൾ പിന്നെ നിനക്ക് സമാധാനമാവല്ലോ. നന്ദുവിൻ്റെ മറുപടി വ്യക്തമായിരുന്നു. ചേച്ചി ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവനെ എവിടെ നിന്നും വിട്ടുതരാനൊന്നും എനിക്ക് കഴിയില്ല. അവൻ ചെയ്ത തെറ്റിൻ്റെ ആഴം ചേച്ചിക്കറിയില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഞാൻ ചേച്ചിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചേച്ചി ലോക്കപ്പിൽ കയറി അവനെ തല്ലും. പക്ഷേ നവ്യ അത് കേൾക്കാനൊന്നും കൂട്ടാക്കിയില്ല. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ തുറന്നു പറ. അതൊന്നും പറയാതെ ഇങ്ങനെ പെരുമാറരുത്. ഈ പോവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ എനിക്ക് ഇങ്ങനൊരു അനിയത്തി ഇല്ല എന്ന് തന്നെ ഞാൻ ചിന്തിക്കേണ്ടി വരും. ഇനി നീ എന്നെ ചേച്ചിയെന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരരുത്. അന്നേരം നന്ദു തിരിച്ചു പറഞ്ഞു. അല്ലെങ്കിലും നവ്യേച്ചി ഒരിക്കലും എനിക്ക് ചേച്ചിയായി കൂടെ നിന്നിട്ടില്ല. എനിക്ക് ഒരേ ഒരു ചേച്ചിയേ ഉള്ളൂ, അത് എൻ്റെ നയനേച്ചിയാണ്. ഇടയ്ക്കപ്പോഴോ ചേച്ചിയുടെ സ്വഭാവം മാറിയപ്പോൾ ഒരു ചേച്ചിയുടെ സ്നേഹം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇനിയും വഴക്കുണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അന്നേരം നവ്യ പറഞ്ഞിട്ട്, അതേടി, ഇനി നീ എൻ്റെ ശത്രുപക്ഷത്താണ് എന്നൊക്കെ പറയും. ക്യാബിനിൽ നിന്നും ഇറങ്ങിപ്പോയ നവ്യ നേരെ പോയത് ലോക്കപ്പിലേക്കാണ്. അവിടെ തറയിൽ അവശനായി കിടക്കുന്ന അബിയെ കണ്ട് അവളുടെ മനസ്സ് പതറി. അബി എന്നൊരു വിളി കേട്ടുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റു. എന്നെ ഒരുപാട് തല്ലി നവ്യേ, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ. അവൻ അവളുടെ പകയും ദേഷ്യവും മുഴുവൻ തീർക്കുന്നുണ്ടായിരുന്നു. അബി അതെല്ലാം തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്ന സമയത്തിന് നവ്യക്ക് വിശ്വാസമായില്ല. നന്ദുവാണോ നിന്നെ തല്ലിയത്? അതേ നവ്യേ, നന്ദു തന്നെയാണ് എന്നെ തല്ലിയത്. ഓ, മറ്റു പോലീസുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അവൾ നിന്നെ നേരിട്ട് തല്ലുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല, നവ്യ പറഞ്ഞു. അബി തൻ്റെ തന്ത്രം പുറത്തെടുത്തു. നവ്യയുടെ മനസ്സ് മാറ്റിയെടുക്കാൻ അവൻ നുണകൾ പറഞ്ഞു. അവൾ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നവ്യയെ. ഇതിനെല്ലാം പിന്നിൽ ആ നയനയാണ്. ആദർശിനെ പോലെ എന്നെയും സമൂഹത്തിൽ മോശക്കാരനാക്കാൻ അവൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നയന പറഞ്ഞിട്ടാണ് നന്ദു ഇതെല്ലാം ചെയ്യുന്നത്. നവ്യ അത് വിശ്വസിച്ചു. അതെ അബി, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അബി തുടർന്നു. നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഇപ്പം തന്നെ ആ വീട്ടിൽ നമുക്കൊരു വിലയുമില്ല. നമ്മുടെ കുഞ്ഞിന് ആരും ഒരു പ്രധാനവും തരുന്നില്ല. ഇനി നയനക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായാൽ പിന്നെ നമ്മൾ ആരും തന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ഒരു പുല്ല് വില പോലും നമുക്ക് കിട്ടിയില്ല. അബിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നവ്യയുടെ ഉള്ളിലെ പകയെല്ലാം ആളിക്കത്തി. നവ്യ പറഞ്ഞിട്ട്, നിന്റെ അമ്മ മുൻപ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. എൻ്റെ അനിയത്തി ഇത്രയും ദ്രോഹം ചെയ്ത സ്ഥിതിക്ക് ഇനി അവളാണ് എൻ്റെ ഒന്നാം ശത്രു. അബി വീണ്ടും വിഷം കുത്തിവെച്ചു. വീട്ടിൽ വേറൊരുത്തനുണ്ടല്ലോ, അനി, അവനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവനെ കൊണ്ട് നന്ദുവിനെ വിവാഹം കഴിപ്പിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഒരിക്കലും സമ്മതിക്കരുത്. നവ്യ പറഞ്ഞിട്ട്, ഒരിക്കലുമില്ല, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. നന്ദു ഒരിക്കലും ആ വീട്ടിലേക്ക് മരുമകളായി വരില്ല. അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. ആ അനാമിക വീടിനോട് ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ദ്രോഹം ഞാൻ ഇനി ചെയ്യും. ഒളിഞ്ഞും തെളിഞ്ഞും ഞാൻ അവരെ ഉപദ്രവിക്കും, വാശിയോടെ തന്നെ നവ്യ പറഞ്ഞു. നവ്യ പോയി കഴിഞ്ഞപ്പോൾ അബിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു. അബി പറയുന്നത്, ആ ചന്തുമോളുടെ രക്തം എൻ്റേതാണെന്ന് അറിയുന്ന നിമിഷം ഇവളും മാറും. അവൻ മനസ്സിൽ കണക്കൂട്ടലുകൾ നടത്തി. ഇതേ സമയത്തന്നെ അനന്തപുരിൽ ജാനകി കാര്യങ്ങളെല്ലാം തിരിച്ചറിയുകയായിരുന്നു. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. എൻ്റെ മരുമകളുടെ സ്വഭാവം, അവളുടെ വീട്ടുകാരുടെ തനിയ നിറവും എല്ലാം എനിക്ക് ബോധ്യപ്പെട്ടു. അവർക്കെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്, ഈ പരുവത്തിലെത്തിച്ചത് അബിയാണെന്ന് വരെ ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി അവനെ സപ്പോർട്ട് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ജലജ ചാടി വീണു. അല്ലെങ്കിലും നീ ഇനി സപ്പോർട്ട് ചെയ്യേണ്ട. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം. എൻ്റെ അബി മാത്രമേ തെറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവൻ ഇവിടെയുണ്ടല്ലോ. അന്നേരം മുത്തശ്ശി ഇടപെട്ടു. ജലജെ, നീ നിന്റെ മോൻ്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഇതിലേക്ക് വലിച്ചെഴുക്കാൻ നോക്കണ്ട. അവൻ ഈ കുടുംബത്തിലുള്ളവരെയൊക്കെ കഷ്ടപ്പെടുത്തിയതുപോലെ വേറെ ആരും ചെയ്തിട്ടില്ല. അപ്പോഴേക്കും കൊടുങ്കാറ്റ് പോലെ നവ്യ അങ്ങോട്ടേക്ക് എത്തി. എല്ലാവരും പോയി കാണ്, എല്ലാവർക്കും സന്തോഷമാവല്ലോ. എൻ്റെ അബിയേട്ടനെ ഇടിച്ച് ചതച്ച് അവിടെ ഇട്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തിയാണ് അങ്ങനെ ചെയ്തത്. ഇതിനൊന്നും ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും. മുത്തശ്ശി ശാന്തമായി ചോദിച്ചു. അവൻ ചെയ്ത തെറ്റ് ചെറുതൊന്നും അല്ലല്ലോ മോളെ. പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദേവ്യാനും പറഞ്ഞു. അവൻ മൂർത്തീസ് ജ്വല്ലറിയുടെ പേരിലാണ് കള്ളക്കടത്ത് സ്വർണം വിറ്റത്. അത് വാർത്തയായി കഴിഞ്ഞു. കമ്പനിക്ക് അത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അന്നേരം ജാനകിയും ചോദിക്കുന്നുണ്ട്, അവൻ ചെയ്തത് തെറ്റല്ലേ മോളെ, അവൻ ന്യായീകരിക്കാൻ പറ്റുമോ? അന്നേരം നവ്യ തർക്കിച്ചു. അതെ, അവൻ ചെയ്തത് തെറ്റാണ്. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത ഒരാൾ ഇവിടെയുണ്ടല്ലോ. അന്നാരും ഇതൊന്നും ചോദിച്ചില്ലല്ലോ. ഒരു കാര്യം ഞാനങ്ങ് പറയാം. എൻ്റെ അനിയത്തെ ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് അമ്മായി പറഞ്ഞല്ലോ. ഇനി അമ്മായിക്ക് മനംമാറ്റമുണ്ടായാലും ശരി, അവളെ ഈ വീട്ടിലേക്ക് കയറ്റില്ല.
വിവാഹം കഴിച്ചെന്ന് മാത്രമല്ല, അല്ലാതെ പോലും അവൾ ഈ വീടിൻ്റെ പടി ചവിട്ടാൻ ഞാൻ സമ്മതിക്കില്ല. നവ്യ ഭീഷണി പോലെ മുഴക്കി മുറിയിലേക്ക് കടന്നുപോയി. പിന്നാലെ ജലജയും പോയി. നവ്യയും ജലജയും പോയ ശേഷം മുത്തശ്ശി ദേവയാനിയോട് ചോദിച്ചു, ഇതിനൊക്കെ ഇനി എന്നാ മോളെ ഒരു മാറ്റം വരുന്നത്? ദേവയാനി പറഞ്ഞു, എനിക്കറിയില്ല അമ്മേ. ഒന്ന് ഓർത്തു നോക്കിയേ, ആ അനഘയെ പോലും അഭി കൊല്ലാൻ നോക്കി. ആ കുട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ഇത് കേട്ട് ജാനകി ഒന്ന് ഞെട്ടി. അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെയൊക്കെ സംഭവിച്ചോ? അവൻ എന്തിനാണ് അനഘയെ കൊല്ലാൻ നോക്കിയത്? ദേവയാനി ഊഹിച്ചു പറഞ്ഞു, അസുഖം മാറി അവൾ ഇങ്ങോട്ടേക്ക് വന്നാലോ എന്ന് ഭയന്നായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്. ജാനകി നെടുവീർപ്പിട്ടു. ഏതായാലും ആദർശിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു തെറ്റുണ്ടാവാൻ പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് നവ്യയുടെയും ജലജയുടെയും മുന്നിൽ വെച്ച് ഇങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറയും. അന്നേരം ജാനകിയോടൊന്നും വിട്ടു പറയാതെ നയനയും ദേവേനയ്ക്ക് നിശബ്ദയായി നിന്നു. അഭിയെ രക്ഷിക്കാൻ ജലജ ഒരു വക്കീലുമായി സ്റ്റേഷനിലേക്ക് എത്തി. നന്ദുവിനോട് ജാമ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്ന് നന്ദു തീർത്തു പറഞ്ഞു. വക്കീൽ നിയമവശങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നന്ദു തടഞ്ഞു. എന്നെ നിയമം പഠിപ്പിക്കാൻ വരണ്ട. അതെ, ഞാൻ എന്തായാലും നിയമം പഠിക്കാനൊന്നും നിൽക്കുന്നില്ല. അവനെപ്പോലെ കള്ളക്കടത്ത് കേസിലെ കണ്ണിയായ ഒരാളെ ജാമ്യം നൽകി പുറത്തുവിടാനൊന്നും അനുവദിക്കില്ല. ഇത് കേസ് അന്വേഷണത്തിനെ ബാധിക്കും. ജലജ ഇടപെട്ടു. അന്നേരം ജലജ ദേഷ്യപ്പെട്ടു. നീ എൻ്റെ മോനോടുള്ള വൈരാഗ്യം തീർക്കുവാണല്ലേ? ഇത് വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. ഞാൻ ഇരിക്കുന്ന കസേരയെ ബഹുമാനിച്ച് സംസാരിക്കണം. നന്ദു മുന്നറിയിപ്പ് നൽകി. ജലജ പറഞ്ഞിട്ട്, ആയിക്കോട്ടെ, എന്നാ പിന്നെ ഞാൻ സാറേന്ന് വിളിക്കാം. സാറേന്നോ മേഡന്നോ ഒന്നും വിളിക്കണ്ട. ഭാഷ നന്നായിരുന്നാ മതി. അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ അങ്ങ് അകത്തിടും. എന്നാ നീ അകത്തിരടി, എൻ്റെ മോൻ്റെ കൂടെ ഞാനും കൂടി അങ്ങ് കിടന്നോളാം, ജലജ വെല്ലുവിളി പോലെ പറഞ്ഞു. നന്ദു അവസാനമായി പറഞ്ഞു, നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ മകൻ എന്താണെന്നും എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ അകത്ത് കിടക്കേണ്ടവൾ തന്നെയാണ്. കാരണം ആ മകനെ ഈ പരുവത്തിലാക്കിയത് നിങ്ങൾ തന്നെയാണ്. നന്ദുവിൻ്റെ ആ വാക്കുകൾക്ക് മുൻപിൽ മറുപടി ഇല്ലാതെ തലകുനിച്ച് അതീവ ദുഃഖത്തോടെ ഇരിക്കുന്ന ജലജയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു രംഗം അവസാനിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ.